അങ്ങനെ നമ്മുടെ ജലജ നവ്യോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ വെറുതെ അഭിമോനെ പ്രതിയാക്കിയിട്ട് ആദർശിനെ വെള്ളപൂശാൻ നോക്കുകയാണ്, നീ അതൊന്ന് വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അഭിയേട്ടനെ വിശ്വാസമാണ് അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ജലജ അത് വിശ്വസിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ നവീൻ കയറി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നന്ദു അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നവീൻ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഓണത്തിന് ഒരു ഗിഫ്റ്റ് വാങ്ങി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവിടെ ഓരോരുത്തർക്കും ഓരോരോ ഗിഫ്റ്റ് എല്ലാവരും കരുതിയിട്ടുണ്ട്, അതുകൊണ്ട് നവീനേട്ടൻ വാങ്ങാത്തത് എന്തുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവീനെ ഉള്ളിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കനക നമ്മുടെ അനിയോട് പറയുന്നത്, നീ എന്തായാലും ഇപ്പോൾ മേലെ പോകണ്ട, എൻ്റെ ഇളയ മരുവൻ വന്നിട്ടുണ്ട് മേലെ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അനി ചോദിക്കേണ്ട ഇളയ മരുവൻ അത് ആരാന്ന് പറയുമ്പോൾ, എൻ്റെ നന്ദുമോളെ കല്യാണം കഴിക്കാൻ പോണ നവീൻ മോൻ അവൻ മേലെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നീ തൽക്കാലം മേലെ പോകണ്ടെന്നൊക്കെ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട്, ഇനി നമുക്ക് കസാല കളി തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി കസാല കളി ഇങ്ങനെ കളിക്കുന്നുണ്ട്. എല്ലാ റൗണ്ടിലും ഓരോരുത്തർ ജയിക്കുന്നുണ്ട്. അവസാനമാകുമ്പോൾ നമ്മുടെ നന്ദുവിന് അനി വിട്ട് കൊടുക്കുന്നുണ്ട്, നന്ദു ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ കനക പറയുന്നുണ്ട്, നന്ദു ജയിച്ചു കണ്ടില്ലേ, നമ്മുടെ നവീൻ മോൻ വന്നപ്പോഴേക്കും നമ്മുടെ നന്ദു ജയിച്ചു, അതുകൊണ്ട് ഇനി എന്ത് ആയാലും നമ്മുടെ നന്ദുവിൻ്റെ ജീവിതത്തിൽ വെച്ചടി കയറ്റായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനിക്കാണെങ്കിൽ നമ്മുടെ കനകോട് ദേഷ്യം വരുന്നുണ്ട്. അവൻ കുറേ ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.